ഹലോ, എല്ലാവർക്കും ശ്രീസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നൂഡിൽസാണ്. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 2-3 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയുടെ മെഷർമെൻറ്റിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തത് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് ഞാൻ കുഴച്ചെടുക്കുന്ന ഒരു ഇളം ചൂടുവെള്ളത്തിലാണ്. ഇനി നമ്മുടെ മാവൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതുപോലെ നമ്മൾ വെള്ളം കുറച്ചായിട്ട് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. കാരണം നമ്മൾ ഇടിയപ്പം അച്ചിലിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാവും. ഞാൻ ചില്ലെടുത്തേക്കുന്നത് തീരെ ചെറിയ ചില്ലല്ല, മീഡിയം സൈസിലെ ചില്ലാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം നൂഡിൽസ് നമുക്കൊരു ചെറിയ തിക്നെസ്സിലല്ലേ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള ചില്ലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി മാവ് നമുക്കിതിലേക്ക് ഇടാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മാവ് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മൊത്തവും കൂടെ ഒറ്റ ട്രിപ്പായിട്ട് അങ്ങ് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്താണെങ്കിലും പ്രസ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പം തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പം നമ്മുടെ നൂഡിൽസ് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാനിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാബേജും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാരറ്റ് അതും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വേണ്ട. അതുപോലെ നമ്മൾ ക്യാപ്സിക്കവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇനിയും അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം സോസുകളാണ് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഈ 3 സോസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നൂഡിൽസ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് മിക്സ് ചെയ്യാൻ എളുപ്പം. അപ്പം നൂഡിൽസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്ത ദിവസം കാണാം. ടാറ്റ.